ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്, നമ്മുടെ GVM മമ്മൂക്ക കൂട്ടുകെട്ടിൽ വരുന്ന ഏറ്റവും പുതിയ ചിത്രം. മമ്മൂട്ടി കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒഫീഷ്യൽ ടീസർ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് കാണാം. ഒരുപാട് ടീസേഴ്സ് റിലീസായിരുന്നു. ഗോകുൽ സുരേഷ് ഒരു പ്രധാന കഥാപാത്രമാണ്. മമ്മൂട്ടി കമ്പനി. നല്ല ലിസ്റ്റാണെന്ന് തോന്നുന്നു. കമ്മിങ് സൂൺ. അത് ശരി. ഒരു എൻ്റർടൈനർ കൺസെപ്റ്റാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു സീൻ മാത്രമാണ് ഇപ്പോൾ അലോട്ട് ചെയ്തിരിക്കുന്നത് ടീസർ. ഇന്ന് എന്തെങ്കിലും പ്രത്യേകമുള്ള ദിവസമാണ്. ഇപ്പോൾ ഇത് രണ്ടാമത്തെ ടീസറാണ്. അതിന് മുമ്പ് നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ടീസർ വന്നു, റൈഫിൾ ക്ലബിൻ്റെ ട്രെയിലർ വന്നു, ഇന്നിപ്പോൾ ഇത് വരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഈ ഒരു പടത്തിൻ്റെ ഏറ്റവും വലിയൊരു എക്സൈറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഗൗതം വാസുദേവ് മേനോനും മമ്മൂക്കയും കൂടെ ഒരുമിക്കുന്നൊരു പടമാണ്. അദ്ദേഹം ഒരു മലയാള പടം ചെയ്യുന്നു. അദ്ദേഹം ഒരുപാട് മലയാള പടങ്ങളുടെ ഭാഗമൊക്കെ ആയിട്ടുണ്ട്. സംവിധാനം ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു, ബട്ട് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മലയാളികളുടെ ഒരു ഫേവറേറ്റ് ഡയറക്ടറാണ് ഗൗതം വാസുദേവ് മേനോൻ എന്ന് പറയുന്നത്. സോ അദ്ദേഹവും നമ്മുടെ സ്വന്തം മമ്മൂക്കയും കൂടെ ചേരുമ്പോൾ എന്ത് ടൈപ്പ് ഒരു എൻ്റർടൈനർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ. സാധാ ഗൗതം വാസുദേവ് സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാമോ, ഒന്നെങ്കിൽ ഒരു എക്സ്ട്രീം ഒരു ത്രില്ലർ സ്വഭാവമായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് ഒരു സാധനമായിരിക്കും. ഇതിനകത്ത് ആക്ച്വലി ഒരു ലേഡീസ് പേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്നുള്ള ഒരു സംവിധാനം ഇതിനകത്ത് റിവീലാക്കിയിട്ടില്ല. അത് എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇതൊരു പക്ക എൻ്റർടൈനർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഗോകുൽ സുരേഷ് ഉണ്ട്, പിന്നെ ലെനയുണ്ട്, ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരെ ആരും കാണിച്ചിട്ടില്ല. ഒരു ജസ്റ്റ് ഒരു സീനിൻ്റെ ഒരു പോർഷൻ മാത്രം. കറക്റ്റ് പറഞ്ഞാൽ പക്ക ഒരു ടീസർ തന്നെയായിരുന്നു. നമ്മൾ ടീസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു ഫുൾ അതിൻ്റെ ബാക്കിയുള്ള ട്രെയിലറും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നത്. ഓഫ് കോഴ്സ് ഒരു മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷനാണ്. മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു പ്രൊഡക്ഷൻ ഹൗസാണ്. സോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു കിടിലൻ ഒരു എൻ്റർടൈനർ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ടീച്ചർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ കൊള്ളാം. നിങ്ങൾ ഈ ഒരു ടീച്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.